الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا لا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله بالسر والعلانية. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഹുഖൂഖ് സൗജൈൻ, ഹസ്ബൻഡ് വൈഫ് പരസ്പരമുള്ള ബാധ്യതകൾ, റൈറ്റ്സ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ ദൗറ ഇൽമിയയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിയായ മജ്ലിസിലും ഇവിടെ ഒരുമിച്ച് കൂടിയവരിലും അല്ലാഹു എല്ലാവിധ അനുഗ്രഹവും നൽകുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന ടോപ്പിക്കുകളിൽ നിന്ന് നല്ലൊരു വ്യത്യസ്തമായ വിഷയമാണ്. എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന ഒരു വിഷയം കൂടിയാണ്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. ഇവിടെ മംഗലായ ആളുകളുണ്ടാവും, മംഗലാവാൻ പോകുന്നവരുണ്ടാവും. ഏതായിരുന്നാലും ഭാര്യ ഭർത്തൃബന്ധം, ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ബാധ്യതകൾ, കടമകൾ, റൈറ്റ്സ്, ഇതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കുവാനുള്ളത്. ഒരു നല്ല ഫാമിലിയിൽ നിന്നാണ് ഒരു നല്ല സൊസൈറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിയിൽ ഫാമിലി ലൈഫിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ സ്ഥാനം കമസലിൽ ഖൽബി ഫിൽ ജസദ്, ശരീരത്തിൽ നമ്മുടെ ഖൽബിന് എത്രത്തോളം സ്ഥാനമുണ്ടോ അതുപോലെയാണ് ഈ സൊസൈറ്റിയിൽ ഒരു കുടുംബത്തിനുള്ള സ്ഥാനം. ഖൽബ് നന്നായാൽ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും നന്നായി. അതുപോലെ ഒരു ഉസ്റത്ത്, ഒരു കുടുംബം നന്നായാൽ ഈ നാട് തന്നെ, രാജ്യം തന്നെ നന്നായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വിഷയമാണ്. ഒരു വലിയ ഒരു സ്പീച്ച് ആയിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ദൗറ ഇൽമിയ ആയതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം നാം പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ദീന് ലോകർക്ക് കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാം, ദീനു ഖൈരിൻ വ സആദ, എല്ലാവിധ നന്മയുടെയും അതുപോലെ തന്നെ സൗഭാഗ്യത്തിന്റെയും മതമാണ്. വ ഫലാഹി വ സലാഹ്, വിജയത്തിന്റെയും നന്മയുടെയും മതമാണ്. അതുകൊണ്ട് തന്നെ വജാഅ ബിമാ യൻഫഉ അന്നാസ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ജനങ്ങൾക്ക് ഫായിദയുള്ള വിഷയവുമായി കൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വിഷയമാണ് മംഗലമാവുക, നിക്കാഹ് ചെയ്യുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. അവർ അല്ലാഹു തആല ബിന്നിക്കാഹ് ഫൻകിഹു മാ തഅബ ലക്കും മിനൻ നിസാഇ മത്നാ വ സുലാസ വ റുബാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2, 3, 4 മംഗലം ആകാവുന്നതാണ്, നിക്കാഹ് ചെയ്യാവുന്നതാണ്. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, നിങ്ങൾക്ക് ജസ്റ്റിസ്, നീതി കാണിക്കാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മതി. ഔ മാ മലക്കത് ഐമാനുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വലക്കൈകൾ ഉടമപ്പെടുത്തിയവർ, അടിമകൾ, അവരെ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടുക. അപ്പൊ ഇസ്ലാം അള്ളാഹുവിന്റെ ഓർഡർ, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ശരീഅത്തിൽ നിയമമുള്ളതാണെന്ന്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2, 3 നിക്കാഹ് ചെയ്യുക എന്നുള്ളത്. ആരെങ്കിലും ഈ വിഷയം ചൊല്ലുമ്പോ ചില ആളുകൾക്കൊക്കെ എന്താ, ചില പെണ്ണുങ്ങൾക്കൊക്കെ ബേജാറാവും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വിഷയം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ശരീഅത്താണ്.
നമ്മളിത് വെറുപ്പുണ്ടായി. ഇവിടെ ഹദീസിന്റെയും അതുപോലെ തന്നെ ഉസൂലുൽ ഹദീസിന്റെയും അഖീദയുടെയും ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ ദീനിന്റെ ഹുക്മിനെ, ശരീഅത്തിലെ ഒരു കാര്യത്തെ ആരെങ്കിലും വെറുത്താൽ, ഖൽബിൽ നമുക്ക് അതിനോട് ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ അത് ദീനിൽ നിന്ന് വരെ പുറത്തു പോകുന്ന കാര്യമാണ്. നവാഖിദുൽ അശർ, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന 10 വിഷയങ്ങൾ, പഠിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ അഖീദയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ 2, 3, 4 ആവശ്യമുള്ള ആളുകൾക്ക് ഇസ്ലാം അനുവദിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്, ആരെയും നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ അതിനെ പെണ്ണുങ്ങളാണെങ്കിലും വെറുപ്പോടെ, മനസ്സിൽ ഇഷ്ടമില്ലാതെ, ഇത് അള്ളാന്റെ നിയമമാണ്, നമുക്ക് അത് പൂർണ്ണ മനസ്സോടുകൂടി അത് അംഗീകരിക്കുക, തൃപ്തിപ്പെടുക എന്നുള്ളത് മുസ്ലിമത്തിന്റെ ബാധ്യതയാണ്. ശരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലെ യുവാക്കളോട് പഠിപ്പിച്ചു, യാ മഅശറ ശബാബ്, അല്ലയോ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, നിങ്ങളിൽ ഒരു പെണ്ണിനെ പോറ്റാൻ, അതായത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ നിങ്ങൾക്ക് ബാഅത്തെത്തിയാൽ, ഖുദ്റത്തുൽ ജിമാഅ്, അതുപോലെ തന്നെ അതേപോലെ ഒരുപാട് തഫ്സീറുകൾ ബാഅത്തിന് നൽകിയിട്ടുണ്ട്, ശറഹുകൾ. ഒരു പെണ്ണിനെ നോക്കാൻ, അവർക്ക് ചെലവിന് കൊടുക്കാനും അവർക്ക് തിന്നാൻ കൊടുക്കാനും മറ്റ് ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരവസ്ഥ എത്തിയാൽ, അല്ലയോ യുവാക്കളെ, നിങ്ങൾ നിക്കാഹ് ചെയ്യുക. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. എന്തിനാണ് നിക്കാഹ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ കണ്ണിനെ താഴ്ത്താനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് അത് സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. നിക്കാഹ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അവർ നോമ്പെടുക്കട്ടെ, അവരുടെ ഇസ്സത്ത്, അഭിമാനം, ദീന് എല്ലാം സംരക്ഷിക്കാൻ അതൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിക്കാഹ് എന്നത് അത് മനസ്സിനെന്താണ്? അത് പീസ് ഓഫ് മൈൻഡ് ആണ്. അതുപോലെ തന്നെ അത് ഹൃദയത്തിന്, നമ്മുടെ ഹാർട്ടിനെ ഹാപ്പി ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രൈവറ്റ് പാർട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോണർ, നമ്മുടെ ഇസ്സത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും, കണ്ണിനെ താഴ്ത്തുന്നതും, ഈ സൊസൈറ്റിയിൽ ഒരുപാട് ഖൈറ് നിക്കാഹ് ആവുക എന്നുള്ള വിഷയം കൊണ്ടുണ്ട്. എന്താണ് സഹോദരങ്ങളെ നിക്കാഹിന്റെ ലക്ഷ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അൻ ഖലഖലകും മിൻ അസ്വാജികും ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ, അസ്വാജ്, സൗജി എന്നുള്ള ഒരു വേർഡാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. കപ്പിൾ, പെയർ എന്നൊക്കെയാണ് അതിനെ. മേറ്റ്, നമ്മുടെ സോൾമേറ്റ് എന്നൊക്കെ പറയുമല്ലോ, ലൈഫ് പാർട്ട്ണർ, നമ്മുടെ കൂടെ നിൽക്കാനുള്ള എല്ലാ നിലക്കും ഇണയായിക്കൊണ്ടാണ്. ഭാര്യാഭർത്തൃ കൽപ്പിക്കുകയും അനുസരിക്കുകയും ഈ നിലക്കല്ല, ഭാര്യാഭർത്തൃ എന്ന വാക്കല്ല അതിന് സ്യൂട്ടബിൾ ആയത്. പിന്നെ സൗജ്, ഇണയായിക്കൊണ്ട്, തുണയായിക്കൊണ്ട്, താങ്ങും തണലുമായിക്കൊണ്ട്. നിക്കാഹിലൂടെ പരസ്പരം ഇഷ്ടവും സ്നേഹവും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ഖൗമിൻ യതഫക്കറുൻ, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ നിക്കാഹ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതിനോട് ആരും നിക്കാഹ് ആവാതെ ഞാൻ നിക്കാഹ് ചെയ്യൂല എന്ന് തീരുമാനിക്കുക എന്നത് ഒരാള് സുന്നത്തി ഫലൈസ മിന്നി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് നമ്മൾ വെറുപ്പ് കാണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവരല്ല. അപ്പൊ സാധിക്കുന്ന ആളുകൾ നിക്കാഹ് ചെയ്യണമെന്നാണ്. എന്നാൽ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന നിക്കാഹുകളിൽ പലതരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ഹറാമുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് നിക്കാഹുമായി ബന്ധപ്പെട്ട്, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഹുഖൂഖുകൾ, ചില കടമകൾ, റൈറ്റ്സുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ചിലതാണ് ഖിത്ബ എന്ന് പറഞ്ഞാൽ പൊതു അന്വേഷിക്കുക. പെണ്ണ് നോക്കുന്നതിന് പിന്നെ ആണ് നോക്കുക, അതിനാണല്ലോ ഖിത്ബത്ത് എന്ന് പറയുന്നത്. ഖുത്ബ നമ്മൾ കേട്ടിട്ടുണ്ട്. ഖുത്ബ എന്താണ്? ഖുത്ബ നമ്മള് വഅദ്, ഉപദേശമാണ്. ഇത് ഖിത്ബയാണ്. ഖിത്ബ എന്ന് പറഞ്ഞാൽ പെണ്ണ് അന്വേഷിക്കുക, പൊതു നോക്കുന്നതിനാണ്. പെണ്ണ് നോക്കുന്നതിന് മുമ്പ്, ആണ് നോക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പെണ്ണ് നോക്കി സെറ്റായാല് അവിടെ ശ്രദ്ധിക്കേണ്ട ചില റൈറ്റ്സ് ഉണ്ട്. നിക്കാഹ് നടക്കുന്ന സന്ദർഭത്തിൽ ചില ഹുഖൂഖുകളുണ്ട്. അതുപോലെ തന്നെ മംഗലമായി കഴിഞ്ഞ് തുടർന്ന് ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ പരസ്പരം ചെയ്യേണ്ടുന്ന ബാധ്യതകളും ഉണ്ട്. അപ്പൊ ഒന്നാമതായിക്കൊണ്ട് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ്, പൊതു നോക്കുമ്പോൾ, മംഗലം അന്വേഷിക്കുന്ന സമയത്ത്, എന്താണത്? ഹഖ്ഖുൽ ഇഖ്തിയാർ,
ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ, ആണിനെ പെണ്ണും പെണ്ണിനെ ആണും സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരാണിനെ സംബന്ധിച്ചോളം അവന്റെ മനസ്സിൽ എന്തായിരിക്കണം? തന്റെ പെണ്ണിനെ കുറിച്ച് അവളുടെ ദീനും അവളുടെ നല്ല സ്വഭാവവും ഇതൊക്കെയാണ് ഉണ്ടാവേണ്ടത്. ഇതാണ് നമ്മുടെ ലൈഫിൽ ഏറെ ഖൈറും സആദത്തും നൽകുന്നത്. ലാ ഖൈറ ഫീ മൻ ലാ ദീന ലഹ്. ദീനില്ലാത്ത യാതൊരുവിധ നിക്കാഹിന്റെ അന്വേഷണത്തിലും ഒരു ഖൈറും ഇല്ല. അതുകൊണ്ട് തന്നെ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആണുങ്ങൾ നോക്കേണ്ടത് എന്താണ്? തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മംഗലമാകുന്നത്. വലി മാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ. അവരുടെ ചന്തം നോക്കിയിട്ട്, അതുപോലെ തന്നെ തറവാട് നോക്കിയിട്ട്, പൈസ നോക്കിയിട്ട്, ദീന് നോക്കിയിട്ട്. ദീനുള്ള പെണ്ണിനെയാണ് നമ്മൾ പെണ്ണ് നോക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നാലും ശരി, ഖൈറുള്ള ദീനുള്ള ഒരു പെണ്ണ് നിങ്ങളുടെ കൂടെയുണ്ടോ എങ്കിൽ നിങ്ങൾക്കത് സക്സസ് ആയിരിക്കും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയത്തഖിദ അഹദുകും ഖൽബൻ ഷാകിറ. നിങ്ങൾ സ്വീകരിക്കേണ്ടത് ശുക്റുള്ള ഒരു ഖൽബാണ്, അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഒരു ഖൽബ്. അതുപോലെ തന്നെ വലിസാനൻ ദാകിറ, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ് നമുക്കുണ്ടാവണം. വസൗജത്തൻ മുഅ്മിന, ഈമാനുള്ള ഒരു പെണ്ണും. തുഈനു അഹദകും അലാ അംറിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്ന ഒരു പെണ്ണും. അതാണ് ദുനിയാവിലെ ഖൈറായി കൊണ്ട് പഠിപ്പിച്ചത്. എന്ത്? ഖൽബൻ ഷാകിറ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഒരു ഖൽബ്. ലിസാനൻ ദാകിറ, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു നാവ്. വസൗജത്തൻ മുഅ്മിന തുഈനു അഹദകും അലാ അംറിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ നമുക്ക് കൂടെ നിൽക്കുന്ന, നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെണ്ണും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അദ്ദുനിയ മതാഉൻ, ദുനിയാവെല്ലാം ചരക്കുകളാണ്. ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ, ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക് അത് സ്വാലിഹത്തായ ഒരു പെണ്ണാണ്. അതുപോലെ തന്നെ പെണ്ണിനെ ആണ് നോക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇദാ ഖതബൈനകും മൻ തർളൗന ദീനഹു വ ഖുലുഖഹു ഫസബ്ബിജു. നിങ്ങളുടെ പെണ്ണിനെ ആരെങ്കിലും അന്വേഷിച്ചുകൊണ്ട് ദീനുള്ള നല്ല സ്വഭാവമുള്ള ആണ് വന്നാൽ നിങ്ങൾ മംഗലാക്കി കൊടുക്കണം. ഫഇല്ലം തകുൻ ഫസാദുൻ അലീർ, ഇല്ല എങ്കിൽ തീർച്ചയായും ഇല്ലാ തഫഅലു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വ ഫസാദുൻ അലീർ. ദീനുള്ള നല്ല ബിഹേവിയർ ഉള്ള, ക്യാരക്ടർ ഉള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ വന്നാൽ അയാൾക്ക് നിങ്ങളെ മകളെ മംഗലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ വലിയ ഫസാദും ഫിത്നയുമാണ് സൊസൈറ്റിയിൽ ഉണ്ടാകുക. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല പേരൻസും ഞങ്ങളുടെ പെൺമക്കൾക്ക് നോക്കുന്നത് ആരാ? അവന്റെ ജോബ് ഏതാണ്, അതുപോലെ തന്നെ പിന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, ഏത് നല്ല പൈസക്കാരാണോ, ഇങ്ങനെയൊക്കെയുള്ളതാണ് നോക്കുന്നത്. അവന്റെ ജോബ് ഏതാ, ഓന് പിന്നെ കാണാൻ ചന്തമുണ്ടോ, ഇങ്ങനെയുള്ള അതൊന്നല്ല നോക്കേണ്ടത്. ദീനും ഖുലുഖും ഉള്ള, നല്ല സ്വഭാവവും അതുപോലെ ദീനീ ബോധവുമുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ പെണ്ണിനെ കേട്ടാൽ നിങ്ങൾ മംഗലാക്കി കൊടുക്കണം. ഹസനുൽ ബസരി റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു, ഇന്നലി ഇബ്ന ഫമൻ തറാ അൻ ഉസബ്ബിജു, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, മകളുണ്ട്, ഓളെ ഞാൻ ആർക്കാണ് മംഗലാക്കി കൊടുക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹനെ സൂക്ഷിക്കുന്നവർക്ക് നീ നിക്കാഹ് ചെയ്തു കൊടുക്കുക. അവളെ അവൻ ഇഷ്ടപ്പെട്ടാൽ അവളെ റെസ്പെക്ട് ചെയ്യും. ഇനി അവളോട് ചൊടി അരിശം വന്നാലോ ഒരിക്കലും അവളെ അവൻ ആക്രമിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ദീനുള്ളവർക്കാണ് നമ്മൾ പ്രിഫറൻസ് നൽകേണ്ടത്, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി. മംഗലം പൊതു നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? നമ്മളൊരു പെണ്ണിനെ നോക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ അവിടെ നോക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അദ്ദേഹം പറയാണ്, കുൻതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫഅതാഹു റജുലൻ, അപ്പോൾ ഒരാൾ അവിടെ വന്നു. ഫഅഖ്ബറഹു, എന്നിട്ട് നബിയോട് ചൊല്ലി, അന്നഹു തസവ്വജ ഇംറഅതൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ മംഗലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അനദർത ഇലൈഹ, നീ അവളെ നോക്കിയിട്ടുണ്ടോ? ഖാല, അപ്പോൾ അയാൾ പറഞ്ഞില്ല, ഇല്ല. റസൂൽ ചൊല്ലി, ഫദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോയിട്ട് നോക്കണം. ഫഇന്ന ഫി അഅ്യുനിൽ അൻസാരി ശൈഅ, ഈ അൻസാരി പെണ്ണുകളുടെ കണ്ണുകളിൽ ചിലതുണ്ട്. അതായത് നമ്മൾ മംഗലാക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ നമ്മൾ കാണുക എന്നുള്ളത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറെ ഖൈർ നൽകുന്ന കാര്യമാണ്. അതില്ല എങ്കിൽ, അത് ശ്രദ്ധിക്കാതെ മംഗലക്കായി കഴിഞ്ഞാൽ പിന്നെയാണ് ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവുക. കാരണം പെണ്ണ് അന്വേഷിക്കുമ്പോൾ, പൊതു നോക്കുമ്പോൾ തന്നെ പെണ്ണിനെ നമുക്ക് നോക്കണം. നമ്മുടെ കൺസെപ്റ്റിലുള്ള നല്ല കാണാൻ നമ്മുടെ കണ്ണിനെ ആ കുറച്ചായും കിട്ടും
കിട്ടുന്ന നിലക്കുള്ള കാണാൻ സന്തോഷമുള്ളതാണോ എങ്കിൽ മാത്രം നമ്മൾ മങ്ങലായാൽ മതി. വേറെ ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു മങ്ങലാക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോയി നീ ചെന്നിട്ട് അവിടെ നോക്കണം. ഫഇന്നഹു അഹ്റാ അൻ യുഖ്തമ ബൈനകുമാ, തീർച്ചയായും നിങ്ങൾക്കിടയിൽ അതൊരു സമാധാനം. അയ്യുഖ്തമ ബൈനകുമാ എന്ന് പറഞ്ഞാൽ മേക്ക് പീസ് ബിറ്റ്വീൻ, അതായത് ഒരു അഫെക്ഷൻ, നിങ്ങൾക്കിടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ ഉണ്ടാവാൻ നിങ്ങൾ അവിടെ നോക്കുക എന്നുള്ളതാണ്. പണ്ട് കാലത്ത് അങ്ങനെ നോക്കാറുണ്ട്. ഉമ്മയും ബാപ്പയും പോയി കാണും, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് പോയിട്ട് നോക്കിയിട്ട് വരും, ഇതന്നെ നിന്റെ പെണ്ണ്, അങ്ങനെയല്ല. ഞാനാണ് മംഗലാകുന്നതെങ്കിൽ ഞാൻ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ മംഗലാവേണ്ടതുള്ളൂ, വേറെ ആളല്ല നോക്കേണ്ടത്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ ചൊല്ലി, ഇദാ ഖതബ അഹദുകുമുൽ മർഅ, നിങ്ങൾ ഒരു പെണ്ണിനെ പൊതു അന്വേഷിച്ചാൽ, ഫഇൻ ഇസ്തതാഅ യൻദുറ ഇലാ മാ യദഉഹു ഇലാ നികാഹിഹ, നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ അവൾക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖദത്തു ജാരിയതൻ, ഞാൻ ഒരു പെണ്ണിനെ പൊതു അന്വേഷിച്ചു. അതഖബ്ബഉ ലഹാ ഫകുന്തു അതഖബ്ബഉ ലഹാ ഹത്താ റഅയ്തു മിൻഹാ മാ ദഅനി ഇലാ നികാഹിഹാ വതസവ്വുജിഹാ ഫതസവ്വജ്തുഹാ. അങ്ങനെ അവൾ കാണാതെ അവളെ ഹൈഡാക്കിക്കൊണ്ട് ഞാൻ അവളെ നോക്കി. എന്റെ കൺസെപ്റ്റിലുള്ള എനിക്കിഷ്ടമായ പെണ്ണാണോ എന്ന് ഞാൻ നോക്കി ഞാൻ അവളെ നിക്കാഹ് ചെയ്തു എന്ന്. അപ്പോ അവൾ അറിയാതെ നോക്കാം, അവളുടെ പേരൻസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നോക്കാം, അങ്ങനെയൊക്കെ ആവാം. വേറൊരു ഹദീസിൽ കാണാം, മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖത്തബ്തു ഇംറഅതൻ, അദ്ദേഹം ചൊല്ലുകയാണ്, ഞാൻ ഒരു പെണ്ണിനെ പൊതു അന്വേഷിച്ചു. ഫജഅൽതു അതഖബ്ബഉ ലഹാ, ഞാൻ അവൾ കാണാതെ നോക്കി. ഹത്താ നദർതു ഇലൈഹാ ഫീ നഖ്രില്ലാ, ഒരു ഈത്തപ്പറയുടെ ബാക്കിൽ നിന്നുകൊണ്ട് അവൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവൾ അറിയാതെ ഞാൻ അവളെ നോക്കി. അപ്പോൾ എന്നോട് ചോദിക്കപ്പെട്ടു, അതഫ്അലു ഹാദാ വഅൻത സ്വാഹിബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലല്ലേ, ഒരു പെണ്ണിനെ നിങ്ങൾ അങ്ങനെ നോക്കുകയാണോ? ഒരു പെണ്ണിനെ അവൾ അറിയാതെ അവൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വാഹിബല്ലേ എന്ന്. അപ്പോ അദ്ദേഹം പറയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ അൽഖല്ലാഹു ഫീ ഖൽബി ഇംറിഇൻ ഖിത്ബത ഇംറഅത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആരുടെയെങ്കിലും ഖൽബിൽ ഒരു പെണ്ണിനെ ഖിത്ബത്ത് പൊതു അന്വേഷിക്കണം, അത് പെണ്ണ് അന്വേഷിച്ചുകൊണ്ട് മംഗലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഖൽബിൽ ആർക്കെങ്കിലും വിട്ടു തന്നാൽ ഫലാ ബഅസ അൻ യൻദുറ ഇലൈഹാ, അതിനു വേണ്ടി അവളെ നോക്കുന്നതിൽ തെറ്റില്ല. അല്ലാത്ത നിനക്ക് വേറെ പെണ്ണുങ്ങളെ പോയിട്ട് നോക്കുക എന്നുള്ളത് അത് ഹറാമാണ്, അത് ശരിയല്ല. എന്നാൽ നിക്കാഹ് ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണിനെ നോക്കാവുന്നതാണ്. എങ്ങനെ? ഇദാ ഖതബ അഹദുകും റഅതൻ ഫലാ ജുനാഹ അലൈഹി അൻ യൻദുറ ഇലൈഹാ ഇദാ കാന ഇന്നമാ യൻദുറ ഇലൈഹാ ലിഖിത്ബ വഇൻ കാനത് ലാ തഅലം, അവൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഖിത്ബത്തിന് വേണ്ടി പൊതു നോക്കാൻ വേണ്ടിയിട്ട് അവരെ നോക്കാവുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ നോക്കേണ്ടത്? പേരൻസിന്റെ ഫ്രണ്ടില് അവരുടെ സാന്നിധ്യത്തിലാണ്. ഇന്ന് ഡേറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടാളും എന്തായിക്കോളും, പോയിട്ട് മാളിലൊക്കെ പോയി കോഫി ഷോപ്പിലൊക്കെ പോയിട്ട് എല്ലായിടത്തും കുറെ നാള് ചുറ്റിക്കറങ്ങിയിട്ട് രണ്ടാളും ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ കല്യാണം കഴിച്ചോ. പാറി നടക്കും പറവുകളൊന്നും വേടി കഴിക്കാറില്ല. പണ്ട് പറയാറുണ്ട്, ഒത്തു കഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിയാം. നമുക്ക് ആദ്യം ഡേറ്റിംഗ് അങ്ങനെയാണ് സൊസൈറ്റിയിൽ നടക്കുന്നത്. ആളുകള് തോന്നിയ പോലെ പെണ്ണുങ്ങളെ കൊണ്ട് ചുറ്റിക്കറങ്ങുന്നു, എന്നിട്ട് പിന്നെ ഒഴിവാക്കുന്നു. കാരണം എന്താ? അങ്ങനെയൊക്കെ ഒരുപാട് ചീറ്റിങ്ങൾ നടക്കുന്നുണ്ട്. എന്താ? എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് സമൂഹത്തിൽ. ആ പെണ്ണിനെ നമ്മൾ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് മംഗലാവൻ, എന്നിട്ടോ നിക്കാഹ് ആകുന്നില്ല. എന്നിട്ട് പിന്നെ മൊബൈൽ കൊടുക്കുന്നു, പിന്നെ ഫോണിൽ സംസാരിക്കുന്നു, പിന്നെ അവർ തമ്മിൽ പോകുന്നു, എവിടെയൊക്കെ കറങ്ങുന്നു, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവരവിടെ നിക്കാഹ് ചെയ്യാതെ ഒഴിവാക്കുന്നു. അങ്ങനെ എത്രയോ സംഭവങ്ങള് നാടുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ നിക്കാഹ് ചെയ്യുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ശരി, ആ നിക്കാഹ് നമ്മൾ അന്വേഷിക്കുമ്പോൾ സത്യസന്ധമായി കൊണ്ട് കാര്യങ്ങൾ പറയണം. ആണിന്റെയും പെണ്ണിന്റെയും സൈഡിൽ നിന്ന് സത്യസന്ധമായിട്ട് പറയണം. എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് അവിടെ പറയണം, അല്ലെങ്കിൽ ചീറ്റിംഗ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്താണ്? അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ. നിങ്ങൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ രണ്ടാളും തമ്മിൽ എന്താവണം? അവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കണം, വേണോ വേണ്ടയോ എന്ന്. ഫൈൻ സദഖ വ ബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. ഒരു കച്ചവടം ബിസിനസ് നടത്തുമ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ, കാര്യങ്ങൾ ക്ലിയർ ആക്കി പറഞ്ഞാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവും.
നമ്മൾ കാര്യങ്ങൾ സെയിലാക്കുമ്പോൾ ഫ്രഷ് സാധനമാണ്, ഇന്ന് വന്നതാണ്, എല്ലാം സത്യസന്ധമായി പറഞ്ഞാൽ അതിൽ ബർക്കത്തുണ്ട്. അതിലെ കളവാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അതിൽ യാതൊരുവിധ ബർക്കത്തുമില്ല. ബിസിനസ് നടത്തുമ്പോൾ പോലും അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾ സത്യസന്ധമായി ഉള്ളത് പോലെ പറയണം. എന്നാൽ ഹിതുബത്തിന്റെ മംഗലം നടക്കുമ്പോഴോ അവിടെയും സത്യസന്ധമായി കാര്യങ്ങൾ പറയണം. പെണ്ണിന് എത്ര വയസ്സായി, ഏജ് എത്ര, ആണിന് എത്ര ഏജ്, അതാ എന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, അവളുടേത് എങ്ങനെ, എല്ലാം കൃത്യമായിട്ട് പറയണം. എന്തെങ്കിലും ഐബ്, ചില ആൾക്കാരൊക്കെ മംഗലായി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഡൈവേഴ്സ് തൊലാക്കൾ നടത്തുന്ന എന്താ, അത് അയാൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഈ പെണ്ണിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മംഗലത്തിന്റെ സമയത്ത് അത് ചൊല്ലിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉഷാറില്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം തല കറങ്ങി വീഴുന്നു. എന്താ, അവരൊരു മെഡിസിൻ എടുക്കുന്നുണ്ട് കുറെ വർഷങ്ങളായി, അതൊരു മംഗലത്തിന്റെ ടൈമിൽ ചൊല്ലണം. എന്താ, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മൾ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ മറച്ചു വെക്കാൻ പാടില്ല. നിക്കാഹിന്റെ സന്ദർഭത്തിൽ എന്താണ്, അതൊക്കെയാണ് ശ്രദ്ധിക്കണം. അടുത്തത് നിക്കാഹ് നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അവരുടെ വിവാഹ മൂല്യം മഹർ നൽകണം. മഹർ നൽകണം. ആണ് പെണ്ണിന് അങ്ങോട്ട് മഹർ നൽകിക്കൊണ്ടാണ് നിക്കാഹ് ചെയ്യേണ്ടത്. പെണ്ണിന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഡൗറി, അതല്ലെങ്കിൽ ഫ്ലാറ്റുകള്, കാറുകൾ ഇങ്ങനെയുള്ളത് വാങ്ങുന്ന സ്ത്രീധന സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് ശരിയല്ല, അത് ഹറാമാണ്. അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ട് വാങ്ങുക എന്നുള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ട് ആ പെണ്ണിനെ അവരുടെ പേരൻസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവളുടേതാണ്, അത് പോകട്ടെ, അതല്ല വിഷയം. പിന്നെയോ ഇന്നെന്താ 10 പവൻ മഹർ കൊടുക്കും, 100 പവൻ ബംഗാരം കൊണ്ട് വാങ്ങുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഹറാമുകൾ നടക്കുന്നുണ്ട്. അത് പെണ്ണിന്റെ റൈറ്റ്, പെണ്ണിന്റെ അവകാശമാണ് എന്ത്, മഹർ എന്നുള്ളത്. അതും ആണിനെ സാധിക്കാത്ത വലിയത് കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അലാ തുആലു സുദഖൻ നിസാഇ ഫഇന്നഹു ലൗ കാനത് മക്റൂമ ഫി ദുനിയ ഔ തഖ്വ ഇൻദല്ലാഹി അസ്സ വജൽ കാന ഔലാകും ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പെണ്ണുങ്ങൾ മഹർ കേൾക്കുമ്പോൾ അത് ജാസ്തി കൂടുതലായിക്കൊണ്ട് നിങ്ങൾ ചോദിക്കരുത്. അവൾ ദുനിയാവിൽ ആദരിക്കപ്പെടാനും അള്ളാഹിന്റെ അടുക്കൽ തഖ്വയുള്ളവരാകപ്പെടുവാനും ഒക്കെ പിന്നെ ഏറ്റവും നല്ലത് അതാണ്. അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും തഖ്വയുള്ള, അതുപോലെ തന്നെ ആദരവുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് നിക്കാഹ് നടത്തിയിട്ടുള്ളത്? മാ അസ്ദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത മിൻ നിസാഇ വലാ ഉസ്ദിഖത് ഇംറഅതു മിൻ ബനാതി അക്തറ മിൻ 12 ഊഖിയതൻ. 12 ഊഖിയേക്കാൾ വലിയ മഹർ കൊടുത്തിട്ടില്ല എന്നതാണ്. ഏകദേശം 500 ദിർഹമിന്റെ. അപ്പൊ നമുക്ക് കഴിയുന്നത്ര പിന്നെ ആണിന് എത്രയാണോ സാധിക്കുന്നത് അവന്റെ കഴിവിനനുസരിച്ച് പെണ്ണ് ആവശ്യപ്പെടാൻ പാടുള്ളൂ. പെണ്ണിന്റെ അവകാശമാണ്, അവർക്ക് ചോദിക്കാം എത്രയും. പക്ഷേ ആണിന്റെ അവസ്ഥ നോക്കിയിട്ട് വേണം അത് പറയാൻ. ശരി. അതുപോലെ തന്നെ അടുത്തത് അൽ വഫാഉ ശുറൂത്ത്. നിക്കാഹിന്റെ സമയത്ത് എന്തെങ്കിലും കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ അത് നിക്കാഹ് കഴിഞ്ഞാലും ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം, അത് വീട്ടണം. അതാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ ഭാര്യ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്, എനിക്ക് പള്ളിയിൽ പോകാൻ എന്നെ അനുവദിക്കണം, പള്ളിയിൽ പോകാനുള്ള പെർമിഷൻ എനിക്ക്. അതേപോലുള്ള അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടീഷൻ വെച്ചാൽ അത് നടത്തി കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടുണ്ട്. അഹഖു ശുറൂതി അൻ തൂഫു ബിഹി മസ്തഹലത്തും ബിഹിൽ ഫുറൂജ്. നിങ്ങൾക്ക് ഷർത്തുകൾ, കണ്ടീഷൻ, അത് നിങ്ങൾക്ക് വീട്ടാനുള്ള ഏറ്റവും അർഹമായ വിഷയങ്ങൾ നിങ്ങൾക്ക് ഹലാലാക്കി തന്ന നിങ്ങളുടെ ഇണകളുടെ വിഷയത്തിലാണ് എന്നുള്ളത്. അപ്പോ നിക്കാഹിന്റെ സമയത്ത് എന്തെങ്കിലും കണ്ടീഷൻ, ഷർത്തുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാലിക്കേണ്ടതാണ്. ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു സാക്ഷിയായ സംഭവം. ഒരു പെണ്ണിനെ കൊണ്ടുവരപ്പെട്ടു. അവളോട് അവളുടെ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, പുരന്റെ പുറത്തു പോകാൻ പാടില്ല. ഫഖാല ഉമർ ലഹാ ശർത്തുഹ. ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലി, അവൾക്ക് അവരുടെ കണ്ടീഷൻ അത് അവർ പാലിക്കണം. അപ്പോ ചോദിച്ചു ഇയാൾ, ഇദൻ യുതല്ലിഖ്നന, അങ്ങനെയാണെങ്കിൽ പെണ്ണ് നമ്മൾ അവരെ ഒഴിവാക്കുകയാണെങ്കിലോ? കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ റൈറ്റ്സ് അവിടെ മുറിഞ്ഞു പോകുന്നതാണ് എന്ന്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഷുറൂത്തുകൾ, കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശരി. അതുപോലെ തന്നെ ആണിനും പെണ്ണിനും പൂർണ്ണമായ തൃപ്തി, റിള ഉണ്ടായിരിക്കണം. ഒരു പെണ്ണിന്റെ ഇഷ്ടമില്ലാതെ, പെർമിഷൻ ഇല്ലാതെ അവളെ മംഗലാക്കി കൊടുക്കാൻ അവരുടെ പേരൻസിന് റൈറ്റ്സ് ഇല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുസ്തഅമറുൽ യതീമ ഫീ നഫ്സിഹാ.
فإن سكتت فهو إذنها وإن أبت فلا جواز عليها. യതീമായ പെണ്ണിനെ അവളുടെ നഫ്സിനാണ് അവൾക്ക് അനുവാദം ചോദിക്കണം, അവളോട് പെർമിഷൻ ചോദിച്ചിട്ട് അനുവദിച്ചാൽ മാത്രം. അവളൊന്നും ചൊല്ലിയിട്ടില്ലെങ്കിൽ അതാണ് പെർമിഷൻ, അവളതിന് റെഡിയാണ്. യതീമായൊരു പെണ്ണാണ്, ആ പെണ്ണിനോട് കേൾക്കണം, നിന്നെ നിക്കാഹാക്കാൻ നിനക്ക് സമ്മതമാണോ, റെഡിയാണോ. അവൾ മിണ്ടാതെന്നാൽ ഓക്കെ, അല്ല എങ്കിൽ അവൾ വേണ്ടെന്ന് ചൊല്ലിയാൽ അവളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ യാതൊരുവിധ റൈറ്റ്സും ഇല്ല. അതുപോലെ തന്നെ ഒരു മംഗലായിട്ട് ഹസ്ബൻഡ് മരിച്ചതോ അതല്ലെങ്കിൽ ഡൈവേഴ്സ് ആയപ്പെട്ടതോ അങ്ങനെയുള്ള പെണ്ണിനെ അവൾ ചൊല്ലണം, എന്ത്, ഞാൻ അതിന് റെഡിയാണ് അല്ല. എന്നാൽ വലൽ ബിക്റു ഇല്ലാ ബിദിനിഹ, മംഗലൊന്നും ആയിട്ടില്ല, ചെറിയ പെണ്ണാണ്, ഫസ്റ്റ് മംഗലാണ് ആകുന്നത്, അവളോ അവളുടെ പെർമിഷൻ എങ്ങനെയാണ്, അവൾ സൈലന്റ്, ഒന്നും മിണ്ടുന്നില്ല. നിനക്ക് നിക്കാഹ് വേണോ വേണ്ടേ, ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ അവള് റെഡിയാണ് എന്നാണ് അതിന്റെ മഅന. ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ഇദ്നുഹ, അവളുടെ പെർമിഷൻ എങ്ങനെയാണ്, അൻ തസ്കുത, അവൾ സൈലന്റ് ആയിട്ട് ഇരിക്കലാണ്, ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അവൾ റെഡിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം, അന്ന ജാരിയത്തൻ ബിക്റൻ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ്, ഒരു ചെറിയ പെൺകുട്ടി, അതായത് മംഗലായിട്ടില്ല, ആ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഫദക്കറത് ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചൊല്ലി, അന്ന അബാഹ സവ്വജഹ വഹിയ കാരിഹ, എന്റെ ബാപ്പ എന്നെ നിക്കാഹാക്കാൻ ഉദ്ദേശിക്കുന്നു, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഫഖയ്യറഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിന്റെ ഇഷ്ടമാണ് സെലക്ട് ചെയ്തത്. ഒരു പെണ്ണും ഒരു പെൺകുട്ടിക്കും അവളുടെ ഇഷ്ടമില്ലാതെ, അതായത് അവൾ വെറുക്കുന്ന വിഷയത്തില് ആളുകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശരി, അടുത്തത് ഇഅ്ലാനുൻ നിക്കാഹ്, നിക്കാഹ് നമ്മൾ പരസ്യപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഅ്ലിനുൻ നിക്കാഹ്, നിക്കാഹ് നിങ്ങൾ എന്തായി പബ്ലിക്കില് പരസ്യപ്പെടുത്തണം. അല്ലെങ്കിൽ എന്താ, സീക്രട്ട് ആയിട്ട് നടത്തുമ്പോൾ ഒരാണും പെണ്ണും ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ഇതേതാണ്, ഏത് പെണ്ണിനെ കൊണ്ട് പോകുന്നത് ഇയാള് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ മംഗലായിട്ടുണ്ടെന്നുള്ള ആളുകൾ അറിയണമെങ്കിൽ അത് നിങ്ങൾ പരസ്യപ്പെടുത്തണം എന്ന്. അതുപോലെ തന്നെ വലീമ കൊടുക്കുക, അത് ആണിന്റെ ബാധ്യതയാണ്. അവൻ എത്രയാണോ കഴിയുന്നത് അത്ര കൊടുക്കുക. സഹോദരങ്ങളെ, മംഗലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ അനാചാരങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആളുകൾ ഇസ്രാഫ് കാണിച്ച്, ദൂർത്ത് കാണിച്ച്, ലക്ഷങ്ങൾ പൊടിപൊടിച്ചുകൊണ്ടാണ് നിക്കാഹിന്റെ വലീമ നടക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ തഖ്വയുള്ള, ദീന് പാലിച്ച, ദീന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ വലീമ നടത്തിയത് എന്താണ്? ഫഇന്നഹു ദഹബ ശാത്തൻ, ഒരാടിനെ അറുത്തുകൊണ്ട് വലീമ നടത്തി. സാധിക്കുന്ന ആളുകൾക്ക് ആളുകൾ എത്ര ആടിനെ അറുത്തിന് കൊടുക്കുക, പക്ഷെ എന്തല്ല, ഇസ്രാഫ് കാണിക്കരുത്, അവിടെ ഹറാമുകൾ ഉണ്ടാവരുത്, അതൊക്കെയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഔലിം വലൗ ബിശാത്ത്, ഒരാടിനെ അറുത്തിട്ടെങ്കിലും വലീമ കൊടുക്കുക. ഔലമ അലാ സഫിയ ബിസവീഖിൻ വതംറിൻ, ഈത്തപ്പഴവും അതുപോലെ തന്നെ ധാന്യം കൊണ്ടുണ്ടാക്കിയ ഒരു സദ്യ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലീമയായി കൊടുത്തത്. അതുപോലെ തന്നെ നിക്കാഹിന്റെ ആ സന്ദർഭത്തിൽ പെണ്ണുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് ദഫ് മുട്ടിയിട്ട് പാട്ട് പാടാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൂടി പറയണല്ലോ. ഇമാം ബുഖാരി ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്യാണ സദസ്സിലേക്ക് കടന്നു വന്നു. അവിടെ ചെറിയ പെൺകുട്ടികൾ അവർ ദഫ് മുട്ടിക്കൊണ്ട് പാട്ട് പാടുണ്ടായിരുന്നു. അപ്പോ അവർ പാടി, ഞങ്ങൾക്ക് ഒരു നബിയുണ്ട്, നാളെയുടെ കാര്യങ്ങൾ അറിയുന്ന നബിയാണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ഇത് നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ മുമ്പ് പറഞ്ഞ ആ പാടിയ പാട്ടുകൾ പാടിക്കോളൂ. എന്താണ് ഇത്? എന്തിനുള്ള ദലീലല്ല, മ്യൂസിക് ഇട്ടിട്ട് വലിയ പ്രോഗ്രാം ആക്കാനുള്ള ദലീലല്ല. പിന്നെയോ ഇസ്ലാമിൽ അനുവദിച്ച ഒരു കാര്യം, അങ്ങനെയുള്ള ലഘുവുകൾ ചിലത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിച്ചിട്ടുണ്ട്, മാക്കാനമാക്കും ലഹുവ്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ലഹുവ് കളികൾ തമാശകളൊന്നുമില്ലേ? ഫൈനൽ അൻസാറ യുഅജിബുഹുമുൽ ലഹുവ്, തീർച്ചയായും അൻസാരികളെ ഈ ഒരു ലഹുവ് അവർക്ക് അനുവദിച്ച, ഇസ്ലാം അലൗഡുള്ളതായ, ഹറാമാക്കാത്ത നിലയ്ക്ക്, മ്യൂസിക് ഒന്നും ഇല്ലാത്ത നിലക്കുള്ള ദഫ് പൊട്ടിയിട്ട്, അത് പെൺകുട്ടികൾക്ക്, അത് ആണുങ്ങൾ കാണുമ്പോൾ സ്റ്റേജിൽ കയറിയിട്ടല്ല, അവർ വീടിനുള്ളിലൊക്കെ അങ്ങനെ കല്യാണ ദിവസത്തിൽ അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ശരി, ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. സമയം അധികരിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയം ദാമ്പത്യ ജീവിതമാണ്. ഞാനിവിടെ മംഗലാകാനുള്ള കുറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഹുക്കൂക്കുകള്, ആദാബുകൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ശരി, ഒരു പെണ്ണിനെ അവളുടെ ഹസ്ബൻഡിനോട് ഒരുപാട് ബാധ്യതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ദീന് അവൾക്ക് നൽകുന്ന ഹക്കാണത്. തീർച്ചയായും ആ ഹക്ക് അവൾ നൽകിയാൽ തീർച്ചയായും ഈ നന്മ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല. ഒരു പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണയാക്കി കൊടുത്ത തന്റെ ആണിനോടുള്ള ഹക്ക്, അതിന്റെ പ്രാധാന്യം ഈ പറയപ്പെടുന്ന ഹദീസുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കും. പെണ്ണുങ്ങൾ അറിയേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാഹ് ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. അല്ലാഹുവല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെല്ലാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പെണ്ണിനെ അവളുടെ ഹസ്ബൻഡിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹുവാണ് സത്യം. ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ, ഒരു പെണ്ണ് തന്റെ റബ്ബിനോടുള്ള ഹക്ക് ബാധ്യത നിർവഹിക്കുന്നില്ല ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, തന്റെ ഹസ്ബൻഡിനോടുള്ള ഹക്ക് നൽകിയിട്ടല്ലാതെ. അപ്പൊ ഒരു പെണ്ണെ, മങ്ങലായ ഒരു പെണ്ണെ തന്റെ ഹസ്ബൻഡിനോടുള്ള ഹക്ക് നൽകിയാല് അവള് അള്ളാഹ്ക്ക് നൽകുന്ന ഹക്ക് അത് വീടുകയുള്ളൂ എന്ന്. അവളുടെ നഫ്സിനെ, അവളുടെ ശരീരത്തെ ചോദിക്കുകയാണെങ്കിൽ, അവളൊരു കുതിരപ്പുറത്തിരിക്കുമ്പോ ഒട്ടകത്തിന്റെ മേലിരിക്കുന്ന സമയത്താണെങ്കിലും അവൾ തടയാൻ പാടില്ല. അപ്പോ അവളുടെ ശരീരം, അവളുടെ എല്ലാതും ആർക്കാണ്? ഹസ്ബൻഡിനുള്ളതാണ്. ഒരു ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്താണെങ്കിലും ഹസ്ബൻഡ് അവളോട് തേടുന്നത് എങ്കിൽ അത് അവൾ കൊടുക്കാൻ റെഡിയാവണം എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വലാ തജിദു ഇംറഅത്തുൻ, ഒരു പെണ്ണ് അനുഭവിക്കുകയില്ല ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം, ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, തന്റെ ഹസ്ബൻഡിനോടുള്ള ഹക്ക് അത് പൂർണ്ണമായി നൽകിയാലല്ലാതെ അവൾ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുകയില്ല എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, വലൗ സലഹ ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ, ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് ഉണ്ടെങ്കിൽ ഒരു പെണ്ണിനോട് തന്റെ ഹസ്ബൻഡിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലൗ കാന മിൻ ഖദമിഹി ഇലാ മഫ്റഖി റഅസിഹി ഖുർഹത്തുൻ, തന്റെ ഹസ്ബൻഡിന്റെ കാല് മുതൽ തല വരെ വ്രണങ്ങൾ ഒഴുകുന്നുണ്ടായി. അതിൽ നിന്ന് ഇങ്ങനെ ചെലങ്ങനെ ഒലിക്കുന്നുണ്ട്, ബസ് അങ്ങനെ ഒഴുകിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ തന്റെ വൈഫിന്റെ അടുക്കലേക്ക് വരുന്നു. അവൾ അതിനെ നക്കിയെടുക്കുന്നു. അവൾ അയാളോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല. കാരണം അങ്ങനെ ചെയ്താലും അവൾ ആ ഹസ്ബൻഡിനോടുള്ള ഹക്ക് പൂർത്തിയായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, മിൻ ഹഖ്ഖി സൗജി അല സൗജ, ഒരു വൈഫിന് ഹസ്ബൻഡിനോടുള്ള ബാധ്യതയാണ്. ഇല്ല ഉസാല മൻ ഖിറാഹു ദമൻ വഖൈൻ വസദീദൻ, അയാളുടെ മൂക്കിൽ നിന്ന് ബ്ലഡും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചെലവും പസ്സും ഒക്കെ ഒഴുകി വരുന്നു. അവളുടെ നാവ് കൊണ്ട് അവൾ നക്കിയെടുക്കുന്നു. അയാളോടുള്ള ബാധ്യത അവൾ നിർവഹിച്ചിട്ടില്ല. അല്ലാഹുവല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പെണ്ണിനെ തന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പെണ്ണെങ്ങാനെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്റെ ഹസ്ബൻഡിനോടുള്ള ബാധ്യത, അതെ, അയാൾക്കുള്ള ഫുഡ്, ഉച്ചക്കുള്ള ലഞ്ചും അതുപോലെ തന്നെ ഡിന്നറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ ഇരിക്കുകയില്ല, അവൾ നിൽക്കുക തന്നെ ചെയ്യും, ഇയാൾ ഇത് തിന്നു തീരുന്നത് വരെ. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉള്ള നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, തീർച്ചയായും നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു, നിങ്ങളുടെ വിഷയത്തിൽ ഏറെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാനാവാത്ത, നിങ്ങളുടെ വിഷയത്തിൽ ഏറെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ഒരു പെണ്ണ് തീർച്ചയായും ഹസ്ബൻഡിന്റെ വീട്ടിൽ, വൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ വഹിയ മസ്ഊലത്തുൻ അൻ റഅയതിഹാ, ഒരു പെണ്ണിനോട് അല്ലാഹു ചോദിക്കും, അവളുടെ റെസ്പോൺസ് ആണ്, അവൾ ഭരണാധികാരിയാണ് ഹസ്ബൻഡിന്റെ വീട്ടിലെ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ റെസ്പോൺസിബിലിറ്റി അവൾ കൃത്യമായി നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അബ്ദി യസ്തറഇല്ലാഹു റഅയ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നോക്കാൻ വേണ്ടി ഭരണാധികാരം നൽകി, അതായത് ഒരു റെസ്പോൺസിബിൾ കാര്യം ഏൽപ്പിച്ചു, യമൂതു യൗമ യമൂതു, എന്നിട്ട് അയാൾ മരിക്കുന്ന ദിവസം മരിക്കുന്നു, വഹുവ ഗാശുൻ ലിറഅയതിഹി,
തന്റെ ആ ബാധ്യതയിൽ അത് വഞ്ചന ചീറ്റിംഗ് കാണിച്ചുകൊണ്ടാണ് എങ്കിൽ ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗം ഹറാമാക്കാതിരിക്കുകയില്ല. അപ്പൊ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ്, ഡ്യൂട്ടിയാണ്, ഹക്കാണെന്ത് തന്റെ ഹസ്ബൻഡിനെ, തന്റെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ അവർക്കുള്ള ഹക്കുകൾ നൽകിക്കൊണ്ട് അവരെ നോക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധിക്കാരം കാണിക്കാത്ത, എതിര് കാണിക്കാത്ത എല്ലാ വിഷയത്തിലും അവർ ഹസ്ബൻഡിനെ അനുസരിക്കണം എന്നുള്ളതാണ് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖൈറുൻ നിസാഇ ലത്തി ഇദാ നവറത ഇലൈഹാ സററതുക. ഒരു നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവളിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നീ അവളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, ചൊല്ലിയാൽ അവളെ ഒബീഡിയന്റ് ആയിരിക്കും, അനുസരിക്കും. ഇനി നീ നിന്റെ വീട്ടിൽ നിന്നും പുറത്തുപോയി ജോലിക്ക് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി പോയാൽ അവളുടെ ശരീരത്തെയും അതുപോലെ തന്നെ നിന്റെ സമ്പത്തിനെയും എല്ലാം അവൾ പ്രൊട്ടക്ട് ചെയ്യുന്നവരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടക്കവും ഒതുക്കവുമുള്ള ഹസ്ബൻഡിന്റെ അസാന്നിധ്യത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കുന്നതായ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു പെണ്ണ് ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നിസ്കരിക്കുന്നു, വസാമത്ത് ശഹറഹ, റമദാനിൽ നോമ്പെടുക്കുന്നു, വഅതാഅത്ത് സൗജഹ, തന്റെ ഹസ്ബൻഡിനെ ഒബേ ചെയ്യുന്നു, അതുപോലെ തന്നെ വഹഫിലത് ഫർജഹ, അവരുടെ പ്രൈവറ്റ് പാർട്ടിനെ സംരക്ഷിക്കുന്നു. ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖിലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്, 8 ഡോറുകളുണ്ട്. ഇഷ്ടമുള്ള ഡോറിലൂടെ ഒരു പെണ്ണിന് പോകാം. 5 നേരം നിസ്കരിച്ച് റമദാനിൽ നോമ്പെടുത്ത് തന്റെ ഹസ്ബൻഡ് ചൊല്ലുന്നതെല്ലാം അനുസരിച്ച് അവളുടെ ചാരിത്രം സൂക്ഷിച്ച് ജീവിച്ചാൽ അവൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അശദ്ദുന്നാസി അദാബൻ ഇത്നാനി, 2 ആളുകൾക്കാണ് കഠിനമായ ശിക്ഷയുള്ളത്. ഒന്നെന്താണ്? ഇംറഅത്തുൻ അസദ് സൗജഹ, ഹസ്ബൻഡിനെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിക്കുന്ന ഒരു പെണ്ണ്. മറ്റൊന്ന് ഇമാമു ഖൗമിൻ വഹും ലഹു കാരിഹൂൻ, മറ്റൊന്ന് ഒരു ഇമാമാണ്, ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൾ, പക്ഷേ ആൾക്കാർ അയാളെ വെറുക്കുന്നു, ആൾക്കാർക്ക് അയാളെ ഇഷ്ടമില്ല. ജനങ്ങൾ വെറുക്കുന്നവരായിരിക്കെ അയാൾക്ക് ഇമാമായി നിൽക്കുന്ന ആൾ, അത് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എതിരെ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഒരാളെയും അനുസരിക്കേണ്ടതില്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഹസ്ബൻഡ് ഹറാമായ കാര്യങ്ങൾ ഒരു പെണ്ണിനോട് പറഞ്ഞാൽ ആ പെണ്ണ് അത് അനുസരിക്കേണ്ടതില്ല. അള്ളാഹ്ക്കെതിരായ ഒരു വിഷയത്തിൽ ഒരാളെയും നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിനൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അൻസാറിൽപ്പെട്ട ഒരു പെണ്ണിനെ മങ്ങലാക്കി കൊടുത്തു. അവളുടെ ഹസ്ബൻഡ് പറയാണെന്ത്, അവളുടെ മുടി ഇങ്ങനെ നീക്കണം, അത് മുടി ഷേവ് ചെയ്ത് കളയണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിലത്. ഹസ്ബൻഡ് പറയണ ഇങ്ങനെ ഈ ഷാഡോ അത് പ്ലക്ക് ചെയ്യണം, അങ്ങനെ സ്റ്റൈലാക്കാൻ വേണ്ടി ചില ഹസ്ബൻഡുമാര് പറയും, നിന്നെ കാണാൻ ചന്ത എന്താ ഈ ഡ്രസ്സ് ഇട്ടാൽ എന്ന് പറഞ്ഞാൽ ഹറാമായ ഡ്രസ്സാണ് പറയുന്നതെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. ഹറാമായ കാര്യം ചെയ്യാനാണ് ഹസ്ബൻഡ് ചൊല്ലുന്നത് എങ്കിൽ അത് അനുസരിക്കേണ്ടതില്ല. കാരണം മൂസിലാത്ത് എന്ന് പറഞ്ഞാല് ഈ ചന്താക്കാൻ വേണ്ടിയിട്ട് പല്ലിന്റെ ഇടയിൽ വിളവുണ്ടാക്കുക, അതുപോലെ തന്നെ ഈ ഷാഡോ ഇതൊക്കെ ഇങ്ങനെ ഇതാക്കി കളയുക, വടിച്ചു കളയുക, ഷെയ്വാക്കുക, അതുപോലെ തന്നെ മുടിയിലെ ഇടയിലൊക്കെ ഇങ്ങനെ ഷെയ്വാക്കിയിട്ടൊക്കെ വേറെ അങ്ങനെയുള്ളതാണ്. ഇതൊക്കെ ഹസ്ബൻഡ് പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. ഹലാലായ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ, തന്റെ ഹസ്ബൻഡിനോട് നന്ദി കാണിക്കാത്ത ഒരു പെണ്ണിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഞാൻ നരകം കണ്ടു, നരകത്തിൽ അധികവും പെണ്ണുങ്ങളെയാണ് കണ്ടത്. അപ്പോൾ ചോദിക്കപ്പെട്ടു, എന്താണ് നബിയെ പെണ്ണുങ്ങൾ ജാസ്തി നരകത്തിലുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലികുഫ്രിഹിന്ന, അവരുടെ നന്ദികേട്, നിഷേധം കൊണ്ടാണ്. അയക്ഫുർന ബില്ലാ, അവർ ചോദിച്ചു അല്ലാഹനെ നിഷേധിക്കുന്നതാണോ? അല്ല. വയക്ഫുർനൽ അശീർ, ബന്ധങ്ങളെ അവർ നിഷേധിക്കുന്നു. വയക്ഫുർനൽ ഇഹ്സാൻ, നന്മയെ അവൾ നിഷേധിക്കുന്നു, നന്ദികേട് കാണിക്കുന്നു. ലൗ അഹ്സൻത ഇഹ്ദാഹുന്ന ദഹറ കുല്ല, നീ ഒരു പെണ്ണിനെ കാലം മുഴുവൻ നന്മ ചെയ്തു, സുമ്മ
പിന്നെ എന്തെങ്കിലും നിന്റെ കാലിൽ നിന്റെ സൈഡിൽ നിന്ന് ഒരു പാട്ട് വന്നാൽ അവൾ പറയും നിങ്ങൾ എനിക്കൊരു നന്മയും ചെയ്തു തന്നിട്ടില്ല. കാലം മുഴുവൻ ഒരു പെണ്ണിന് തിന്നാൻ കൊടുത്ത് അവൾക്ക് വേണ്ടതൊക്കെ കൊടുത്ത് പോറ്റിയാല് എന്തെങ്കിലും ഒരു പാട്ട് നമ്മളടുത്ത് വന്നാൽ അവൾ പറയുന്നത് നിങ്ങളൊരു കയറും തന്നിട്ടില്ല. ഈ കാരണത്താലാണ് നരകത്തിൽ ജാസ്തി പെണ്ണുങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ കാരണം. അതുകൊണ്ട് പെണ്ണുങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞതൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സ്വർഗ്ഗത്തിലെ പെണ്ണുകൾ ഏറെ സ്നേഹമുള്ള, പിരിശമുള്ള, പ്രസവിക്കുന്ന ഹസ്ബൻഡിനെ അനുസരിക്കുന്നവരാണ്. തീർച്ചയായും ഈ ദുനിയാവിൽ ഏതെങ്കിലും ഹസ്ബൻഡിനെ ഏതെങ്കിലും വൈഫ് ഉപദ്രവിച്ചാൽ, ഹസ്ബൻഡിനെ വൈഫ് ഉപദ്രവിച്ചാൽ ബിയദി സൗജിഹ ثم تقول والله لا اذوق عقلا حتى ترضي. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ ഉണ്ടായി, അവളോട് തെറ്റിപ്പോയി, പിണങ്ങിപ്പോയി എങ്കിൽ അവൾ വന്നുകൊണ്ട് ഹസ്ബൻഡിന്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് പറയും, വല്ലാഹി ലാ അദൂഖു ഉഖ്ദൻ ഹത്താ തർദ, നിങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ ഉറങ്ങുകയില്ല എന്ന്. അങ്ങനെ ആയിരിക്കും സ്വർഗത്തിലെ പെണ്ണുങ്ങൾ. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അവരെങ്ങനെയാണ്? ഹസ്ബൻഡ് എന്തെങ്കിലും ചൊടിയായാല് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഹസ്ബൻഡിന്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് ചൊല്ലും, എന്ത്? നിങ്ങൾ എന്നെ കുറിച്ച് തൃപ്തിപ്പെടുന്നത് വരെ എന്റെ കണ്ണടയുകയില്ല, ഉറങ്ങാൻ സാധ്യമല്ല എന്ന്. അവർ അത്രത്തോളം ബാധ്യതകളുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സലാത്തുൻ ലാ തുജാവിസു സലാത്തുഹും ആദാനുഹും, 3 വിഭാഗം ആൾക്കാരുടെ നിസ്കാരം അവരുടെ മുകളിലേക്ക് ഉയരുകയില്ല. അൽ അബ്ദുൽ ആബിഖു ഹത്താ യർജി, ഒരാള് അബ്ദുൽ ആബിഖ് യുദ്ധരംഗത്ത് നിന്ന് തിരിഞ്ഞോടിയ ആള് തിരിച്ചു വരുന്നത് വരെ. ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ മേൽ ഹസ്ബൻഡിന്റെ ചൊടിയാണ്, അരിശമാണ്. അങ്ങനെ അവൾ രാത്രി കഴിച്ചു കൂട്ടുന്നു. അവൾ മടങ്ങി വരുന്നത് വരെ ഒരിക്കലും അവൾ നിസ്കരിക്കുന്ന നമസ്കാരവും മറ്റും അല്ലാഹുവിലേക്ക് ഉയരുകയില്ല എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ബാതത്തിൽ മർഅതു മുഹാജിറത്തൻ ഫിറാശ സൗജിഹാ, ഹസ്ബൻഡിന്റെ ബെഡിൽ നിന്നും അയാളോട് അരിശം കാണിച്ച് ചൊടി കാണിച്ച് ഒരു പെണ്ണ് അയാൾ വിളിച്ചിട്ട് വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും ലഅനത്തുൽ മലായിക ഹത്താ തർജിഅ, അവൾ വരുന്നത് വരെ അവളെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന്. വേറെ ഹദീസിൽ ഇദാ ദഅ റജുലു ഇംറഅതുഹു ഇലാ ഫിറാശിഹി ഫഅബത്, ഒരു പെണ്ണിനെ തന്റെ ആവശ്യത്തിന് വേണ്ടി ഹസ്ബൻഡ് വിളിച്ചു ബെഡിലേക്ക്, അവൾ വിസമ്മതിച്ചു. ഫബാത വദബാന അലൈഹ, അയാൾ അരിശത്തിൽ അങ്ങനെ ഉറങ്ങി. ലഅനത്തുൽ മലായികതു ഹത്താ തുസ്ബിഹ, സുബഹിയാകുന്നത് വരെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. അപ്പൊ അത് ഗൗരവമുള്ള വിഷയമാണ്. ഏതൊരു സമയത്തായിരുന്നാലും ഹസ്ബൻഡിന്റെ ആവശ്യത്തിന് വിളിച്ചാൽ വരേണ്ടതാണ്. കാരണം അത് അവളുടെ ഹസ്ബൻഡിന് നൽകേണ്ടുന്ന ഹക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം സ്നേഹവും കാരുണ്യവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ദമ്പതിമാർക്കിടയിൽ. ഒരിക്കലും തന്നെ ലാ തുഅദി ഇംറഅത്തുൻ സൗജഹ, ഒരു പെണ്ണും തന്റെ ഹസ്ബൻഡിനെ ഉപദ്രവിക്കരുത്. ഇത് പെണ്ണിന് ആണിനോടുള്ള ഹക്കേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങളെ നമ്മളോട് അരിച്ചാണ്. കാരണം ആണുങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പെണ്ണുങ്ങളോട് ചെയ്തു കൊടുക്കാനുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയം ദീർഘമായ ഒരു വിഷയം, നോട്ടുകൾ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ പറയേണ്ടി വരും, അല്ലെ? ഏതായിരുന്നാലും പെണ്ണിനെ ഹസ്ബൻഡിനോട് അവൾ ഹസ്ബൻഡ് എന്ത് ചൊല്ലിയോ അതനുസരിക്കുക. ഇതാ നവർത്തയിലേഹ സർവത്തുക, അവള് നോക്കിയാൽ സന്തോഷിപ്പിക്കുക, ഹസ്ബൻഡ് നോക്കിയാൽ ഹസ്ബൻഡ് ചൊല്ലിയാൽ അനുസരിക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ സ്വത്തും തന്റെ ശരീരവും ഒക്കെ സംരക്ഷിക്കുക. ഇതൊക്കെ അവളുടെ ബാധ്യതയാണ്. ആണിന് പെണ്ണിനോടും ചില ബാധ്യതകളുണ്ട്. നീ തിന്നാൽ അവൾക്കും തിന്നാൻ കൊടുക്കുക. അത് കുറെ പിന്നെയാണ് വരുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ നീ ഉടുത്താൽ അവളെയും ഉടുപ്പിക്കുക. അവളുടെ മുഖത്തടിക്കരുത്. നിന്റെ റൂമിൽ വെച്ചല്ലാതെ അവളോട് പിണങ്ങി നിൽക്കരുത്. ബാക്കി സമയം
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ, വളരെ ദമ്പതികൾ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഹസ്ബൻഡും വൈഫും അറിയേണ്ടതായ ഒരുപാട് വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രയൊക്കെ 10-50 വയസ്സ് കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോട് എങ്ങനെയാണ് ഇടപഴകിയത്, അവരോടൊപ്പം കളിക്കാനും അവരോടൊപ്പം കുളിക്കാനും അതുപോലെ തന്നെ അവരുടെ കൂടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനും ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയത്തിലും സഹകരിച്ച വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാമ്പത്യ ജീവിതത്തിന് ഉത്തമമായ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ആൾക്കാർക്ക് ടൈമില്ല. ആളുകളോടൊക്കെ നല്ല നിലക്ക് പോവാനും സംസാരിക്കാനൊക്കെ ടൈമുണ്ട്, പക്ഷേ അത് വൈഫിനോട് കൂടെ നിൽക്കാൻ ടൈമില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. തീർച്ചയായും പരസ്പരമുള്ള ഹക്കുകൾ, കടമകൾ, ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ വിശദമായിക്കൊണ്ട് ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം ബാധ്യതകൾ, കടമകൾ, ഹക്കുകൾ നിർവഹിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഖുർറത്തു അയ്ൻ നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.